സ്ത്രീ സുരക്ഷാ പദ്ധതികൾ അട്ടിമറിക്കുന്ന സർക്കാർ സമീപനങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കാരണം ഈ സ്ത്രീകളോട്, പാവങ്ങളായ സ്ത്രീകളോട് എന്തിനാണ് ഈ അനാവശ്യമായ വീറും വാശിയും കാട്ടുന്നത് എന്നതാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി വിശദീകരിച്ച പല കാര്യങ്ങളോടുമുള്ള ആശയപരമായ എതിർപ്പ് കൂടി പ്രതിപക്ഷ നേതാവ് മുമ്പോട്ട് വെക്കുകയാണ്. കാരണം വി.ഡി. സതീശൻ ഉയർത്തിയ പല വിഷയങ്ങളിലും, കാരണം ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ 14 ലക്ഷം പേർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ അപേക്ഷ നൽകി എന്നതുമായി ബന്ധപ്പെട്ട് അതിൽ രാഷ്ട്രീയമുണ്ടെന്ന് ആരോപിക്കുമ്പോൾ മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ പേർ അപേക്ഷകരായി എത്തിയത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്, പിന്നീട് പാലക്കാട് ജില്ലയാണ്. അപ്പോൾ എന്ത് രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്? സ്ത്രീകൾ അവർക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭിക്കുമ്പോൾ അവർ അപേക്ഷിച്ചാൽ അവർക്ക് കിട്ടും, അത് മുടങ്ങാതെ കിട്ടും ക്ഷേമ പെൻഷൻ എന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു പിണറായി വിജയൻ സർക്കാരുള്ളത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി മാറി പിണറായി വിജയൻ വരുന്ന ഘട്ടത്തിൽ, അതായത് UDF മാറി LDFിൻ്റെ ഈ പിണറായി വിജയൻ ഒന്നാം സർക്കാർ വരുന്ന ഘട്ടത്തിൽ അതുവരെ ക്ഷേമ പദ്ധതികൾക്കൊക്കെ പ്രഖ്യാപനങ്ങൾ അത് കിട്ടാത്ത ഒന്നായിട്ടായിരുന്നു അതുവരെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ കൃത്യമായി അത് കൊടുക്കുകയും കൃത്യമായി അത് കൂട്ടുകയും ആ കൂട്ടുന്ന തുക കൃത്യമായി കൊടുക്കുകയും ഇങ്ങനെ ഒരു പ്രോസസ്സായി അത് നടക്കുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി 600 രൂപ പോലും കൃത്യമായി കൊടുക്കാത്തൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ആദ്യഘട്ടങ്ങളിൽ ക്ഷേമ പെൻഷന് അപേക്ഷകർ കുറവായിരിക്കും. പക്ഷേ സ്ത്രീ സുരക്ഷാ കാര്യത്തിൽ അങ്ങനെയല്ല. കാരണം ക്ഷേമ പെൻഷനോട് ഉള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ മനോഭാവം, സമീപനം അതെന്താണ്? അതാണ് സ്ത്രീ സുരക്ഷാ പദ്ധതികളുടെ കാര്യത്തിൽ ആ ക്ഷേമ പദ്ധതി ഉണ്ടായപ്പോൾ 14 ലക്ഷം പേർക്ക് വരാൻ കാരണം അപേക്ഷകരായെത്തിയത് നല്ലൊരു സംഖ്യയാണ്. ഇത് ഒക്കെ അന്നത്തെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുകയാണ്. ഷീജ വിവരങ്ങളുമായി ചേരുന്നു. ഷീജ, എന്താണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ നിലപാട്? എന്താണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്? ജംഷാദ്, പ്രധാനമായും സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ കുടിശ്ശിക 3 മാസമായിരിക്കുന്നു. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ആ പദ്ധതി അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളൊരു സൂചനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിൽ ഉന്നയിച്ചത്. ഈ അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള മറുപടിയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി എന്ന് പറയുന്നത് അത് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കളെ അധിക്ഷേപിക്കുന്നതുമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഈ പദ്ധതി കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്താണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുക അനുവദിക്കുന്നത് ഈ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വരുന്ന ദിവസമായിരുന്നു എന്നാണ്. പക്ഷേ ആ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് നമുക്കറിയാം 2025 ഒക്ടോബർ 29-നായിരുന്നു. നവംബർ 1 മുതൽ അതിന്റെ പ്രോസസ്സ് സംസ്ഥാനത്ത് ആരംഭിക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ട ഗുണഭോക്താക്കൾ എന്ന നിലയിലാണ് 16 ലക്ഷം പേരെ കണ്ടെത്തിയതും അവർക്ക് തുക നൽകി തുടങ്ങിയതും ബാക്കിയുള്ളവരുടെ അപേക്ഷകൾ സ്വീകരിച്ചു വരുന്ന സാഹചര്യമായിരുന്നു. നിലവിൽ 5 ലക്ഷം അപേക്ഷകളാണ് അതിന്റെ പരിശോധനകൾ പൂർത്തിയാക്കി ഇരിക്കുന്നത്. അതിൽ ഒരു തരത്തിലുള്ള തുടർ നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നുമില്ല. മുഖ്യമന്ത്രി പറയുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നു. CPM എന്ന് പറയുന്ന പാർട്ടി അവരുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കും വേണ്ടി നൽകാനാണ് ഈ പദ്ധതി ആരംഭിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ആ ഗുണഭോക്താക്കളെ ആകെ, അതായത് 30 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള മറ്റ് സർക്കാർ ആനുകൂല്യം വാങ്ങാത്ത സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമാണ് ഈ പദ്ധതിയിൽ അംഗത്വമുള്ളത്. അവർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത്. അവരെ ആകെ അധിക്ഷേപത്തിലുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ പദ്ധതി തുടരില്ല എന്നുള്ളതിന്റെ സൂചനകൾ കൂടി മുഖ്യമന്ത്രി നൽകുന്നു. അതായത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പരിശോധനകൾ നടത്താതെ ഇതുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഏതായാലും പ്രതിപക്ഷമടക്കം അത് കഴിഞ്ഞ തവണ പറയുകയും ചെയ്തു അല്ലേ ഷീജ? മുഖ്യമന്ത്രി പറയുകയും ചെയ്തു, ഞങ്ങൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ലെന്ന്. അതിനെ തുടർന്നുള്ള ഒരു വിശദീകരണം തന്നെയാണ് ഇന്നും ഉണ്ടായത്. അപ്പോൾ ആ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെ ബോധ്യമാകുന്നു. അതിന് സർക്കാരിൻ്റെ താല്പര്യവുമില്ല എന്ന് ബോധ്യമാക്കുന്ന നിമിഷങ്ങളാണ് ഇന്നും കടന്നുപോയത്. കാരണം 1, അപേക്ഷകരെ അപമാനിക്കുന്നു. 2, ഇത് കൊണ്ടുവന്ന LDF സർക്കാർ ഏത് സമയത്താണ് കൊണ്ടുവന്നത്? ഇതൊക്കെ അപ്രസക്തമാണ്. ഇപ്പോൾ ഈ സുരക്ഷാ പദ്ധതി തുടരൂ എന്നതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അല്ലേ ഷീജ? പ്രതിപക്ഷ നേതാവും അക്കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയത്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ തന്നെയാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനോ മറ്റ് സർക്കാരിന്റെ ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കാത്തവർക്ക്, അതും 30 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും വേണ്ടി ഇങ്ങനെ അവർക്കൊരു കൈത്താങ്ങായി ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. അതിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്.
നടത്തിയിട്ടുണ്ട്. ആ പരിശോധനയ്ക്ക് വേണ്ടി പരിശോധന കെ സ്മാർട്ടിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അത് മുഖ്യമന്ത്രിക്കടക്കം ബോധ്യമുള്ളതുമാണ്. വിവിധ ഏജൻസികൾ തന്നെയായിരുന്നു അതിന്റെ പരിശോധനകൾ നടത്തിയത്. ഒപ്പം തന്നെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെയുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള സമിതിയും ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമിതിയുടെ മുന്നിൽ എത്തി അവർ കൃത്യമായ പരിശോധന നടത്തിയാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ നിലവിൽ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നിലവിലെ മുഖ്യമന്ത്രിക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങളാണ് നടക്കുന്നത്. ആരുടെയോ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഈ പദ്ധതിയുടെ കാര്യത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഈ ഒരു നിലപാടിൽ ശക്തമായി തീർച്ചയായും സർക്കാരിൻ്റെ ഈ നിലപാടിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു. അത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതിയുടെ നിർണായകമായൊരു വിധിയാണ്. സ്ത്രീ ശാക്തീകരണം എങ്ങനെയാണ് നാടിൻ്റെ പുരോഗതിയെ സമഗ്രമായി സ്വാധീനിക്കുക, അത് ത്വരിതപ്പെടുത്തുക, ഇതൊക്കെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സൂചിപ്പിച്ചു. ഷീജയാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്.